ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സഞ്ജുവിന്റെ റൂമിലേക്ക് ചായയുമായി എത്തിയ ലച്ചു സഞ്ജു കയ്യിൽ പിടിച്ചിരുന്ന ആ ആൽബത്തെ കുറിച്ച് അന്വേഷിച്ചു. ആൽബത്തിലെ ഫോട്ടോ കാണാനായി സഞ്ജുവിനോട് ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ ലച്ചുവിനോട് സഞ്ജു പറഞ്ഞു, ഇത് ഒരു ഒഫീഷ്യൽ ഫംഗ്ഷന്റെ ആൽബമാണ്. അത് ഞാൻ നോക്കിയത് ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയാണ്, ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അതിനാണ് ഞാൻ ഈ ആൽബം തെരഞ്ഞതെന്ന് സഞ്ജു അറിയിച്ചു. അത് കേട്ടതോടെ ലച്ചു പറഞ്ഞു, എന്നാ ഒഫീഷ്യൽ കാര്യത്തിനോ? എനിക്ക് മനസ്സിലായില്ല സഞ്ജുട്ടാ എന്ന് ലച്ചു പറഞ്ഞത് കേട്ട് ലച്ചുവിനോട് സഞ്ജു പറഞ്ഞു, അതെ, ലച്ചുവിന് മനസ്സിലാവുകയല്ല. ഒഫീഷ്യൽ കാര്യമെന്ന് പറഞ്ഞാലേ ലച്ചുവിന് കൂടുതലൊന്നും അറിയില്ലല്ലോ. എന്തായാലും ഇപ്പോ ഈ ആൽബം ഞാൻ നോക്കിയത് ആ കാരണത്താലാണ്. അതുകൊണ്ട് എന്റെ മനസ്സാകെ അസ്വസ്ഥമാണ്. ആ ഫോട്ടോ എത്രയും വേഗം കണ്ടെത്തണം, അതിനുവേണ്ടിയാണ് എന്ന് പറഞ്ഞ് സഞ്ജു അങ്ങനെ സംസാരിച്ചതും ലച്ചു പറഞ്ഞു, ശരി, എന്നാ ഞാനിപ്പോ ആ ആൽബം നോക്കുന്നില്ല, പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ ആൽബം കണ്ടോളാം സഞ്ജു ഏട്ടാ എന്ന് മറുപടി നൽകി. എന്നാ ലച്ചു പൊയ്ക്കോ, ഞാൻ കുളിക്കാൻ പോട്ടെ, എനിക്ക് ഓഫീസിൽ പോകണം എന്ന് ലച്ചുവിനോട് സഞ്ജു അറിയിച്ചു. അപ്പോഴേക്കും ലച്ചു പറഞ്ഞു, ശരി, സഞ്ജു ഏട്ടൻ കുളിക്കാൻ പോയിക്കോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഉടനെ ലച്ചുവിന് അങ്ങനെ പറഞ്ഞത് കേട്ട് സഞ്ജു ചായ കുടിച്ചങ്ങനെ നിൽക്കുമ്പോ ലച്ചു ചോദിച്ചു, അല്ല, സഞ്ജു ഏട്ടൻ മദ്യപിക്കാറുണ്ടോ? ഇന്നലെ സഞ്ജു ഏട്ടൻ നന്നായി മദ്യപിച്ച വന്നതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ സഞ്ജു പറഞ്ഞു, ഇന്നലെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഫംഗ്ഷൻ ആയിരുന്നു, അതുകൊണ്ട് ലേശം ഞാൻ കഴിച്ചു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞതും ലച്ചു പറഞ്ഞു, സഞ്ജു ഏട്ടാ, എന്നാ ഇനി അങ്ങനെ കുടിക്കരുത് കേട്ടോ. ഈ മദ്യപാനമേ ആരോഗ്യത്തിന് ഹാനികരമാണ്. അതുകൊണ്ട് ഇനി ആരോഗ്യം മോശമാകുന്ന അത്തരം കാര്യങ്ങളൊന്നും സഞ്ജു ഏട്ടൻ ചെയ്യരുത് എന്ന് പറഞ്ഞു. ഇവിടെ അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ആരും ഇവരെ അറിഞ്ഞില്ല, അതുകൊണ്ട് തൽക്കാലം അക്കാര്യം ഞാൻ ആരോടും പറയത്തുമില്ല എന്ന് പറഞ്ഞു. സഞ്ജു പറഞ്ഞു, ശരി, ഇനി ഞാൻ കുടിക്കില്ല എന്ന് സഞ്ജു ലച്ചുവിന് വാക്ക് കൊടുക്കുന്നു. അങ്ങനെ ശരിയെന്ന സഞ്ജുവിനും കുളിച്ചു എന്ന് പറഞ്ഞ് ലച്ചു പോകാൻ തുടങ്ങിയതും സഞ്ജു ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് ലച്ചു കള്ളച്ചിരിയോടെ സഞ്ജുവിന്റെ അരികിലേക്ക് വന്നു. സഞ്ജുവിനെ വിളിച്ചിട്ട് ചോദിച്ചു, സഞ്ജുവിന്റെ ദേഹത്ത് ഇങ്ങനെ കുത്തിക്കൊണ്ട് ചോദിച്ചു, അതെ സഞ്ജു ഏട്ടാ, ഇന്നലെ എന്താ നടന്നതെന്ന് സഞ്ജു ഏട്ടൻ അറിയാവോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും സഞ്ജു പറഞ്ഞു, എനിക്കറിയില്ല, ഇന്നലെ എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചതും ലച്ചു പറഞ്ഞു, എന്നാലേ എനിക്കെല്ലാം നല്ല ഓർമ്മയുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ശാസ്ത്രികൾ പറഞ്ഞ പൂജ കഴിയാതെ ഇനി അങ്ങനെയൊന്നും സഞ്ജുവിന്റെ ഭാഗത്തൊന്നും ഉണ്ടാകരുത് കേട്ടോ എന്ന് ലച്ചു സഞ്ജുവിനോട് പറഞ്ഞ് നാണത്തോടെ ചിരിച്ചു. അപ്പോഴേക്കും സഞ്ജു ചോദിച്ചു, എന്താ ലച്ചു, എന്താ ഇന്നലെ പറ്റിയത്? എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ലച്ചു ചിരിച്ചുകൊണ്ട് സഞ്ജുവിനെ നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് ഇന്നലെ മനസ്സിലായി, ഇന്നലെ കൊണ്ട് ഒരു കാര്യം എനിക്ക് മനസ്സിലായി, സഞ്ജുവേട്ടന് എന്നോട് വലിയ സ്നേഹമാണെന്ന് എന്ന് പറഞ്ഞ് ലച്ചു നാണത്തോടെ അവിടെ നിന്ന് പോകുന്നു. സഞ്ജു അപ്പോഴും എന്താ സംഭവിച്ചെന്നറിയാതെ ആശ്ചര്യത്തോടെ ആലോചിച്ചങ്ങനെ നിൽക്കുമ്പോൾ ലച്ചു സഞ്ജുവിനെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് വേഗം പോകുന്നു. ഇപ്പോഴും സഞ്ജു എന്താ സംഭവിച്ചെന്നറിയാതെ ആകെ ആശങ്കപ്പെട്ടങ്ങനെ നിൽക്കുമ്പോൾ അവിടെ മുത്തശ്ശനോട് മുത്തശ്ശി ദേഷ്യത്തോടെ പറഞ്ഞു, അതെ, ഇനിയും നിങ്ങളിങ്ങനെ മൗനം പാലിച്ചിരിക്കാൻ പറ്റില്ല. എത്രയും വേഗം ലച്ചുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. ലച്ചുവിനെ ഇങ്ങനെ കയറൂരി വിടാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇന്നലെ തന്നെ കണ്ടില്ലേ, സഞ്ജുവിന്റെയും സ്വാതിയുടെയും വിവാഹം കഴിഞ്ഞിട്ട് അധികം നാളുകളായില്ല. അതിനു മുൻപ് തന്നെ രണ്ടുപേർക്കുമിടയിൽ ഇതുപോലെ പിണക്കങ്ങളും പിണങ്ങി പോവുകയും ഒക്കെ സംഭവിച്ചിരിക്കുന്നു. ഇതൊക്കെ ആ ലച്ചു കാരണമാണ് എന്ന് മുത്തശ്ശി മുത്തശ്ശനോട് ദേഷ്യത്തോടെ പറയുന്നു. മുത്തശ്ശൻ മറുപടി ഒന്നും പറയാതിരിക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞു, നിങ്ങൾ എല്ലാവരും എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഇങ്ങനെ മൗനം പാലിക്കുന്നതാണ് ആ പെണ്ണ് ഇതുപോലെ എല്ലാം ചെയ്യാനുള്ള കാര്യം. എന്തായാലും ഉടനെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. ഉടനെ ആ പെങ്കുച്ചിനെ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി അതിന്റെ രോഗം ഭേദമാകുന്നതിന് വേണ്ടി ചികിത്സിപ്പിക്കണം. അതാ വേണ്ടത്. അല്ലാതെ ഇവിടെ ഇങ്ങനെ മംഗലശ്ശേരി നിർത്തിക്കൊണ്ടു പോകാൻ പാടില്ല എന്ന് മുത്തശ്ശനോട് ദേഷ്യത്തോടെ പറഞ്ഞു. ഇതെല്ലാം കേട്ടതോടെ മുത്തശ്ശൻ പറഞ്ഞു, വസുമതി, അങ്ങനെ അങ്ങ് ലച്ചുവിനെ പുറന്തള്ളി കളയാൻ കഴിയില്ല. അവൾ ഈ കുടുംബത്തിന് ചെയ്തു തന്ന നന്മകളെ കുറിച്ചൊക്കെ മറന്നു പോകരുത് എന്ന് പറഞ്ഞതും മുത്തശ്ശി പറഞ്ഞു, അവളെ പുറന്തള്ളാനല്ല ഞാൻ പറഞ്ഞത്, അവളെ ഏതെങ്കിലും നല്ലൊരു സ്ഥലത്ത് മാറ്റി നിർത്തി ചികിത്സ ചെയ്യിക്കണം. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, അതെ, ഇവിടുന്ന് ലച്ചുവിനെ പറഞ്ഞയക്കാൻ മറ്റാര് സമ്മതിച്ചാലും സ്വാതി സമ്മതിക്കില്ല, അതാണ് സത്യം എന്ന് പറഞ്ഞതും മുത്തശ്ശി ചോദിച്ചു, അത് ശരി, സ്വാതി സമ്മതിക്കുവരാഞ്ഞിട്ടാണോ ഇന്നലെ ഇത്രയേറെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കി സ്വാതി ആ ഒരു പിറന്നാൾ ദിവസമായിട്ട് പോലും ഇത്രയും വലിയ ബഹളം ഉണ്ടാക്കി ഇവിടെ നിന്ന് പോയത് എന്ന് മുത്തശ്ശനോട് മുത്തശ്ശി അന്വേഷിച്ചു. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, വസുമതി, തനിക്കറിയില്ല, പക്ഷെ എനിക്കറിയാം എന്റെ പേരക്കുട്ടികളുടെ മനസ്സ്. അതുകൊണ്ട് ഒരു കാരണവശാലും ശ്രീകുട്ടി ലച്ചു ഇവിടെ നിന്ന് പോകാൻ സമ്മതിക്കില്ല. അങ്ങനെ പക്വതയില്ലാത്ത പെൺകുട്ടിയല്ല ശ്രീകുട്ടി. മറ്റാരേക്കാളും ലച്ചുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സ്വാതിയാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വാതി ഇതിനെ സമ്മതിക്കില്ലെന്ന് ഞാൻ പറഞ്ഞത്. താമസിയാതെ തന്നെ അവൾ തന്നെ തിരിച്ചിവിടേക്ക് വരും.
താൻ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കണ്ട. പിന്നെ ലച്ചുവിനെ ഇതിന്റെ പേരിൽ കുറ്റപ്പെടുത്താനും പറ്റില്ല. അത് കേട്ടതോടെ മുത്തശ്ശി ചോദിച്ചു, എന്നാലും അവളെ നിങ്ങൾ ന്യായീകരിച്ചേ പറയൂ അല്ലേ എന്ന് ചോദിച്ചതും മുത്തശ്ശൻ ദേഷ്യപ്പെട്ടു. എനിക്ക് അല്പം സ്വൈര്യം വേണം, ഒന്ന് മിണ്ടാതിരിക്കുവോ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അവിടെ നിന്ന് മുത്തശ്ശൻ പോകുന്നു. അപ്പോഴാണ് ലച്ചു സഞ്ജുവിന്റെ റൂമിൽ പോയതിനു ശേഷം സ്റ്റെയർ ഇറങ്ങി താഴേക്ക് വരുന്നത് മുത്തശ്ശി കണ്ടത്. മുത്തശ്ശി ലച്ചു കിച്ചണിലേക്ക് പോകാൻ തുടങ്ങുന്നത് കണ്ട് വേഗം വിളിച്ചു, നീങ്ങി വന്നേ. അപ്പോഴേക്കും ലച്ചു വേഗം ആ ട്രേ ടേബിളിലേക്ക് വെച്ചിട്ട് മുത്തശ്ശിക്ക് അരികിലേക്ക് വന്നു. ഉടനെ മുത്തശ്ശി ചോദിച്ചു, നീ എവിടെ പോയതായിരുന്നു എന്ന് ചോദിച്ചതും ലച്ചു പറഞ്ഞു, അതെ, സഞ്ജുവേട്ടന്റെ റൂമിൽ പോയതാ, സഞ്ജുവേട്ടന് ചായ കൊടുക്കാൻ. ഉടനെ എന്നിട്ട് ചായ കൊടുത്തോ എന്ന് മുത്തശ്ശി അന്വേഷിച്ചു. അതെന്ത് ചോദ്യമാണ് മുത്തശ്ശി ചോദിക്കുന്നത്? ഒരു ഭാര്യയുടെ കടമയല്ലേ ഭർത്താവിന് ചായ കൊണ്ടു കൊടുക്കുക എന്നുള്ളത്. അപ്പോഴേക്കും മുത്തശ്ശി ദേഷ്യത്തോടെ ചോദിച്ചു, ഭർത്താവ്, നീ കാരണം ഈ വീട് സംഭവിച്ചതൊക്കെ എന്താണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? നീ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞതും ലച്ചു ഒന്നും മനസ്സിലാകാതെ ആകെ ടെൻഷനോടെ നിന്നു. അല്ല, ഞാൻ എന്ത് ചെയ്തെന്നാ മുത്തശ്ശി പറയുന്നത് എന്ന് ചോദിച്ചതും, അല്ല, ശ്രീകുട്ടി ഇവിടെ നിന്ന് പോയ കാര്യമൊക്കെ നിനക്ക് അറിയാവല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അല്ല, മുത്തശ്ശി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ശ്രീകുട്ടി ചേച്ചി ഇവിടെ നിന്ന് പോയതിന് കാരണക്കാരി ഞാനാണെന്നും പറയുന്നുണ്ട്. എന്നാൽ അതിന്റെ കാരണം എന്താണെന്നും പറയുന്നുമില്ല. എന്തായാലും ശ്രീകുട്ടി ചേച്ചി ഇവിടെ നിന്ന് പോയതിന് ഞാനാണ് കാരണക്കാരിയെങ്കിൽ തീർച്ചയായിട്ടും ശ്രീകുട്ടി ചേച്ചി ഞാൻ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരും, അത് തീർച്ചയാണ് എന്ന് പറഞ്ഞതും മുത്തശ്ശി പറഞ്ഞു, നീ കാരണം ഇനി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരുന്നാൽ മതി, അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞ് ലച്ചുവിനോട് ശകാരിച്ചിട്ട് മുത്തശ്ശി അവിടെ നിന്ന് പോയി. അപ്പോഴേക്കും ലച്ചു ആലോചിച്ചു, എന്തായിരിക്കും മുത്തശ്ശിനോട് ഇങ്ങനെയൊക്കെ പറയാൻ കാരണം? മുത്തശ്ശി ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് ആലോചിച്ച് ലച്ചു അങ്ങ് നിൽക്കുമ്പോൾ ഉടനെ വസുമതി പറഞ്ഞു, നീ ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നത്? വേഗം കിച്ചണിൽ പോയി വല്ല ജോലി നോക്ക് എന്ന് പറഞ്ഞു. ശരി, ഞാൻ പോവാൻ മുത്തശ്ശി എന്ന് ചിരി മുഖത്ത് വരുത്തിക്കൊണ്ട് ലച്ചു കിച്ചണിലേക്ക് പോകുന്നു. അപ്പോഴേക്കും വസുമതി അമ്മ, ലച്ചു കാരണം സഞ്ജുവിന്റെ ജീവിതം തകർന്നതെന്നും നീ കാരണമാണ് സഞ്ജുവും സ്വാതിയും ഇതുപോലെ താമസിക്കേണ്ടി വരുന്നത് എന്നും മുത്തശ്ശി ദേഷ്യത്തോടെ പറഞ്ഞത് ലച്ചുവിനൊട്ടും മനസ്സിലായില്ല. ലച്ചു ആകെ ടെൻഷനോടെ മുത്തശ്ശിയുടെ മനസ്സിലുള്ള ആ ടെൻഷൻ കാരണമാണ് മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന ചിന്തയിൽ ലച്ചു റൂമിലേക്ക് പോയി. അപ്പോഴേക്കും ചന്ദ്രകാന്തത്തില് രാവിലത്തെ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രഭ. ഉടനെ അവിടേക്ക് എത്തിയ കാഞ്ചന ദേഷ്യപ്പെട്ടു, നിങ്ങളിങ്ങനെ ന്യൂസ് പേപ്പർ ഒക്കെ വായിച്ചുകൊണ്ടിരുന്നോ? മകളുടെ ജീവിതം കുട്ടിച്ചോറാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞതും ഉടനെ ചാടി എഴുന്നേറ്റ് പ്രഭ ചോദിച്ചു, എടോ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്, താൻ എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ചതും കാഞ്ചന പറഞ്ഞു, ആ സഞ്ജു ഇല്ലേ, ആ സ്വാതി ഇപ്പോഴും ആ ലച്ചുവിന്റെ പിന്നാലെ നടക്കുന്നവൻ, അവന്റെ ആ മനസ്സിലിരിപ്പ് എന്താണെന്ന് കൃത്യമായി അറിയണം. അവന് ഇപ്പോ ഇതുപോലെ ആണ് ചിന്തിക്കുന്നതെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എത്രയും വേഗം അവനുമായിട്ടുള്ള ബന്ധത്തിനൊരു തീരുമാനം ഉണ്ടാക്കിയേ തീരൂ. എന്റെ മോളുടെ കണ്ണുനീര് കണ്ടിങ്ങനെ സഹിച്ചിരിക്കാൻ എനിക്കാവില്ല എന്ന് കാഞ്ചന ബഹളം വെച്ചതും പ്രഭു പറഞ്ഞു, എടോ തനിക്കുള്ള അതേ വേദന തന്നെ എനിക്കും ഉണ്ട്. എന്റെ കൂടി മകളാണ് അവൾ. അതുകൊണ്ട് അവളുടെ ഭാവിയെക്കുറിച്ച് ഞാനും വല്ലാതെ വ്യാകുലപ്പെടുന്നുണ്ട്. എന്തായാലും സഞ്ജുവുമായിട്ടുള്ള ഈ സൗന്ദര്യ പിണക്കം അത് താമസിയാതെ കഴിയുമല്ലോ. അവൾ പിന്നെ സഞ്ജുവിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്യുമല്ലോ എന്ന് പറഞ്ഞതും കാഞ്ചന ചോദിച്ചു, അപ്പോ നിങ്ങളുടെ മനസ്സിലിരിപ്പ് അതൊക്കെയാണല്ലേ? ആ സഞ്ജുവുമായിട്ട് എന്റെ മോളെ ഇനിയും പറഞ്ഞയക്കണമെന്ന്? എന്നാലേ ഞാൻ അതിനൊരിക്കലും അനുവദിച്ചു തരില്ല എന്ന് കാഞ്ചന ദേഷ്യത്തോടെ പറയുന്നു. ഉടനെ തന്നെ പ്രഭ പറഞ്ഞു, അതെ, കുഞ്ഞുനാള് മുതൽ പലരും പറയാറുണ്ട് അവളുടെ അമ്മയുടെ സ്വഭാവമല്ല അച്ഛന്റെ സ്വഭാവമാണ് എന്റെ കുഞ്ഞിനെന്ന്. അത് ശരി തന്നെയാണ്. സഞ്ജു ഒരു കാര്യത്തിലും തെറ്റുകാരനാണെന്ന് പറയാൻ കഴിയില്ല. അവൻ നിരപരാധിയായി അവനെ വെറുതെ എല്ലാവരും ചേർന്ന് ക്രൂശിക്കുകയാണ് എന്ന് പ്രഭ അറിയിച്ചു. അപ്പോഴേക്കും കാഞ്ചന പറഞ്ഞു, അതെ, നിങ്ങൾ എന്തൊക്കെ ന്യായം പറഞ്ഞാലും ശരി, അവനുമായിട്ടൊരു ജീവിതം ഇനി എന്റെ മോൾക്ക് വേണ്ട. അവൻ അമ്മൂനെ കെട്ടിപ്പിടിച്ച് നടന്നോട്ടെ, അതാണ് അവന് നല്ലത് എന്ന് കാഞ്ചന അറിയിച്ചു. അപ്പോഴേക്കും ഇതെല്ലാം കേട്ടു നിന്ന ഉടനെ തന്നെ ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന പ്രഭ പറഞ്ഞു, അതെ, താനിങ്ങനെയൊക്കെ പറഞ്ഞു, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എന്റെ മോളുടെ ജീവിതം തകർത്ത് കളയാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതത്തിന് എത്രയും പെട്ടെന്ന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതും. തന്നെ പോലെ എടുത്തു ചാടി എനിക്ക് എന്റെ മോളെ എങ്ങും എത്താത്ത വിധത്തിലാക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പ്രഭ അറിയിച്ചു. അപ്പോഴേക്കും ഉടനെ പ്രഭയുടെ നേരെ തിരിഞ്ഞ കാഞ്ചന പറഞ്ഞു, പ്രഭയൊക്കെ ഇങ്ങനെ തത്വം പറഞ്ഞുകൊണ്ടിരുന്നോ എന്ന് പറഞ്ഞതും പ്രഭ പറഞ്ഞു, ഞാൻ തത്വം പറഞ്ഞതല്ല, എന്റെ ജീവിതത്തിലെ കാര്യം പറഞ്ഞത്, എന്റെ മോളെ കുറിച്ചും. അവള് അല്പം പക്വതയുള്ള പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ലച്ചുവിന്റെ ഭാഗത്തെ കുഴപ്പം എന്താണെന്നും ലച്ചു നിരപരാധിയാണെന്നുള്ള സത്യം അവൾ തിരിച്ചറിയും, എനിക്കത് ഉറപ്പുണ്ട്. എന്റെ മോള് തന്നെ പോലെയല്ല, അവൾക്ക്
പക്വത ഉണ്ട്, അതാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞതും പ്രഭയോട് കാഞ്ചന തട്ടിക്കയറി. അതെ, എനിക്ക് അല്പം പക്വത കുറവൊക്കെയാണ്. പക്ഷേ എന്റെ മോളുടെ ജീവിതം കൈവിട്ട് കളയാനോ എന്റെ മോളുടെ ജീവിതം തകർക്കാനോ ഞാൻ ഒരുത്തി അനുവദിക്കില്ല എന്ന് പ്രഭ ദേഷ്യത്തോടെ പ്രഭയോട് സ്വാതി പറയുന്നു. ഈ സമയത്ത് മുകളിലുണ്ടായിരുന്ന സ്വാതി വേഗം താഴേക്ക് ഓടിയെത്തി. ഉടനെ കാഞ്ചന ഈ സമയത്ത് പ്രഭയോട് പറഞ്ഞത്, അവളെ മംഗലശ്ശേരിയിലല്ല അവിടുന്ന് പുറത്താക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത്. അവൾ എത്രയും വേഗം ആ കുടുംബത്തിൽ നിന്ന് പുറത്തായ എന്റെ മോൾക്ക് സ്വസ്ഥമായ ഒരു ജീവിതം ഉണ്ടാവും എന്ന് കാഞ്ചന അറിയിച്ചു. ഇത് കേട്ടുകൊണ്ടെത്തിയ സ്വാതി ഉടനെ കാഞ്ചനയോട് ദേഷ്യപ്പെട്ടു. അമ്മ അങ്ങനെ കരുതുവൊന്നും വേണ്ട. ഒരു കാരണവശാലും ഞാൻ ലച്ചുവിനെ മറക്കാൻ പോകുന്നില്ല. ലച്ചു എനിക്ക് ചെയ്തു തന്ന ഉപകാരങ്ങളും ഞാൻ ഒരിക്കലും മറക്കില്ല. അതെന്നും എന്റെ മനസ്സിലുണ്ടാവും. അവളുടെ മാനസികാവസ്ഥ എനിക്കിപ്പോ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്ന് സ്വാതി കാഞ്ചനയോട് പറഞ്ഞു. ഇതെല്ലാം കേട്ടതോടെ കാഞ്ചന പറഞ്ഞു, അത് ശരി, അപ്പോ അപ്പനും മകളും ഇപ്പോ ഒറ്റക്കെട്ടായി. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുകയും ചെയ്തല്ലോ മനുഷ്യ എന്ന് വേഗം കാഞ്ചനയുടെയും കാഞ്ചനയോടുള്ള പ്രഭയുടെ ആ ഒരു സംസാരം കേട്ടതോടെ കാഞ്ചന നിരാശയോടെ പോകുന്നു. ലച്ചുവിന്റെ കാര്യത്തിൽ തന്റെ ഉറച്ച നിലപാട് സ്വാതി അറിയിച്ചു. ഞാൻ എന്തായാലും ഒരാഴ്ച ഇവിടെ ഉണ്ടാകും. എന്നെ ഉടനെ പറഞ്ഞയക്കാനുള്ള ശ്രമം ആരുടെ ഭാഗത്തുനിന്നും വേണ്ട എന്നാ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കാഞ്ചനയെ പ്രഭയും താക്കീത് ചെയ്ത് ഇനി ഇങ്ങനെ ഒരു സംസാരം ഇവിടെ ഉണ്ടാകരുതെന്ന് ബോധ്യപ്പെടുത്തി അവിടുന്ന് സ്വാതി പോയി. ഈ സമയത്ത് കാഞ്ചനയോട് പ്രഭ പറഞ്ഞു, എന്തായാലും എന്റെ മോളുടെ തീരുമാനത്തിനൊപ്പമേ ഞാൻ നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭ മടങ്ങുന്നു. ഈ സമയത്താണ് കവിതയും ഗൗരിയും കൂടി റെസ്റ്റോറൻറ്റിൽ മീറ്റ് ചെയ്തത്. അവിടെ ജ്യൂസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കവിതയോട് ഉടനെ പ്രഭ ചോദിച്ചു, എന്താ എന്താ കവിത എന്നെ അന്വേഷിച്ചത്? എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് അന്വേഷിച്ചതും ദക്ഷ പറഞ്ഞു, അല്ല കവിത എന്തിനാ അന്വേഷിച്ചത്? ഉടനെ കവിത വിശദമായ വിവരങ്ങൾ പറയാമെന്ന് പറഞ്ഞു. ഗൗരിയുടെ ചോദ്യത്തിന് മറുപടിയായി കവിത പറഞ്ഞു, അതെ, ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഗൗരിയെ കാണണമെന്ന് പറഞ്ഞത്. അതില് ഒരു തീരുമാനം പറയണം. അതിനുവേണ്ടി കൂടിയാണ് ഞാൻ ഇവിടെ വന്ന് നമുക്ക് രണ്ടുപേർക്കും മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത് എന്ന് കവിത അറിയിച്ചു. എന്താ കാര്യം എന്നറിയാനായി ഗൗരി വീണ്ടും അന്വേഷിച്ചതും കവിത പറഞ്ഞു, അതെ, സഞ്ജുവിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ആ ലച്ചു പറയുന്നതൊന്നും വെറുതെ അവളുടെ ഊഹാപോഹമല്ല, അത് സത്യം തന്നെയാണ്. സഞ്ജുവാണ് ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. അത് എനിക്ക് വിശ്വാസമായി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പെട്ടെന്ന് ഗൗരി ആകെ ടെൻഷനിലായി. ഇനി കവിത സത്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ടാകുമോ? അതായിരുന്നു ഗൗരിയുടെ മനസ്സിനെ അലട്ടിയത്. അപ്പോഴേക്കും ഗൗരി ചോദിച്ചു, അല്ല എങ്ങനെയാ കവിത ഇത്ര തറപ്പിച്ച് പറയുന്നത്? കവിതയ്ക്ക് എന്തുറപ്പാ ഉള്ളത് എന്ന് ചോദിച്ചതും കവിത പറഞ്ഞു, അതിന് ഉറപ്പ് പറയാൻ പ്രത്യേകിച്ച് വേറെ കാരണങ്ങളൊന്നും വേണ്ടല്ലോ, സാഹചര്യങ്ങൾ തന്നെ പോരെ. നമുക്ക് അതിൽ നിന്ന് ലോജിക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അത് മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ ഉള്ളൂ എന്ന് കവിത പറഞ്ഞു. വേറൊന്നുമല്ല, ഇപ്പോ അവളുടെ ഓർമ്മയിലുള്ളത് അവളുടെ വിവാഹം വരെയുള്ള കാര്യങ്ങളാണ്. അപ്പോ ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളെയും അവൾക്ക് ഓർമ്മ കാണുമല്ലോ. ആ ഓർമ്മയുടെ അടിസ്ഥാനത്തിലല്ലേ അവൾ സഞ്ജുവാണ് അവളുടെ ഭർത്താവ് എന്ന് പറഞ്ഞു നടക്കുന്നത്. അപ്പൊ പിന്നെ ആ കാര്യത്തിൽ സത്യാവസ്ഥ അത് ആണെന്ന് വിശ്വസിക്കാനല്ലേ നമുക്ക് സാധിക്കൂ എന്ന് കവിത ദക്ഷയോട് ചോദിച്ചു. ദക്ഷ അത് കേട്ടതും കവിത സത്യങ്ങൾ തിരിച്ചറിയാൻ പോകുന്നെന്ന് മനസ്സിലാക്കിയതോടെ തൽക്കാലം ഇതിൽ നിന്ന് കവിതയെ പിന്തിരിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ദക്ഷ പറഞ്ഞു, കവിത ഇങ്ങനെ ഊഹാപോഹങ്ങളൊന്നും ചിന്തിച്ചു കൂട്ടേണ്ടതില്ല. സത്യത്തിൽ അവളുടെ ഓർമ്മക്കുറവ് അതെന്ത് കാരണത്താലാണെന്ന് നാം മനസ്സിലാക്കണം. പിന്നെ ഇപ്പൊ പറഞ്ഞതുപോലെ ഞാൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു. സഞ്ജുവിന്റെയും ലച്ചുവിനെയും വിവാഹം കഴിഞ്ഞതാണോ എന്ന് ഇതിനു മുൻപ് ഞാൻ അന്വേഷിച്ചതാണ്. അല്ലായിരുന്നെങ്കിൽ സഞ്ജനയും സഞ്ജുവും തമ്മിലുള്ള വിവാഹത്തിന് ഞാൻ സമ്മതിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിവരങ്ങളൊക്കെ നേരത്തെ അന്വേഷിച്ചിരുന്നു. സഞ്ജു താലി കിട്ടിയെന്ന് പറഞ്ഞപ്പോ ആരാണ് ഈ സഞ്ജു? യഥാർത്ഥത്തിൽ മംഗലശ്ശേരിയിലെ സഞ്ജു തന്നെയാണോ ലച്ചുവിന്റെ ഭർത്താവ് എന്ന് അറിയാനൊരു അന്വേഷണം ഞാൻ ലച്ചുവിന്റെ നാട്ടിൽ വെച്ച് നടത്തി. അപ്പോൾ അറിയാൻ കഴിഞ്ഞത് കിച്ചെന്ന് വിളിക്കുന്ന ആ സഞ്ജയ് തന്നെയാണ് ലച്ചുവിന്റെ കഴുത്തിൽ താലി ചാർത്തിയെന്നാണ്. അവരുടെ വിവാഹ ഫോട്ടോയും എൻ്റെ പക്കലുണ്ടായിരുന്നു. അത് എങ്ങനെയോ എൻ്റെ കയ്യിൽ നിന്ന് കൈമോശം സംഭവിച്ചു പോയി. അതാണ് ഇപ്പൊ കാണിക്കാൻ പറ്റാതെ പോയത്. അല്ല, ഒരു കണക്കിന് കവിതയൊന്ന് ആലോചിച്ച് നോക്കുകയും ഇപ്പോ സഞ്ജുവുമായിട്ടുള്ള സഞ്ജനയുടെ വിവാഹത്തിന് പോലും ഞാൻ തയ്യാറായില്ലേ. ഇതുപോലെ സഞ്ജനയുമായിട്ടുള്ള വിവാഹത്തിന് സഞ്ജുവിനെ ഞാൻ അങ്ങനെ നിർബന്ധിക്കുമായിരുന്നോ? ലച്ചുവിനെ സഞ്ജുവാണ് വിവാഹം കഴിച്ചിരുന്നെങ്കിൽ അതെങ്കിലും ഒന്ന് ആലോചിച്ചാൽ പോരെ എന്ന് സഞ്ജുവിനെ കുറിച്ചുള്ള കവിതയുടെ സംശയം മാറ്റുന്നതിന് വേണ്ടി ദക്ഷ പറയുന്നു. അത് കേട്ടതോടെ കവിത പറഞ്ഞു,
ഒരു കണക്കിന് അതും ശരി തന്നെയാണല്ലോ. അങ്ങനെ ചിന്തിച്ചാൽ രക്ഷ പറഞ്ഞത് തന്നെയാണ് ശരി. എന്റെ മനസ്സിലുള്ള ആ സംശയം ദാ ഇതോടെ അവസാനിച്ചു എന്ന് കവിത പറയുമ്പോൾ രക്ഷ തന്റെ ആ തീരുമാനവും താൻ ആ എടുത്ത തീരുമാനവും ശരിയായിരുന്നു മനസ്സിലാക്കുന്നു. അങ്ങനെ ആലോചിച്ച് രക്ഷയോട് അനുകൂലമായി കവിത സംസാരിച്ചു. രക്ഷ തൽക്കാലം തന്റെ ആ നീക്കം കൃത്യമായി ഫലം കണ്ടുവെന്ന് ആശ്വാസത്തോടെ നിൽക്കുമ്പോൾ അവിടെ മംഗലശ്ശേരിയിൽ രാജു ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അരികിലേക്ക് അമ്മു എത്തി. രാജുവേട്ടൻ ഇവിടെ നിൽക്കുകയാണോ ചോദിച്ചുകൊണ്ട് അമ്മു വന്നതും എന്താ അമ്മു എന്ന് ചോദിച്ചു. രാജുവേട്ടനെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു എന്ന് അമ്മ പറഞ്ഞത് കേട്ട് രാജു ചോദിച്ചു, എന്തിനാ അമ്മു എന്നെ അന്വേഷിച്ചത്? അപ്പോഴേക്കും രാജു കാര്യങ്ങളൊക്കെ പറഞ്ഞു. രാജുവിനോട് അമ്മ പറഞ്ഞു, അതെ വേറൊന്നുമല്ല, രാജുവേട്ടൻ എൻ്റെ കൂടെ ചന്ദ്രകാന്തം വരെ ഒന്ന് വരണം. അത് കേട്ട ഉടനെ ആകെ ഞെട്ടലായി. ഉടനെ ചന്ദ്രകാന്തത്തിലേക്കോ? അത് ഞാനോ? എന്തിനാ എന്ന് ലച്ചു എന്തിനാ ഞാൻ വരുന്നത് എന്ന് രാജു അന്വേഷിച്ചു. അപ്പോഴേക്കും ചന്ദ്രകാന്തത്തിലേക്ക് തൻ്റെ കൂടെ വരുന്നതിന്റെ കാരണം എന്താണെന്ന് ഉടനെ ലച്ചു പറയാൻ തയ്യാറായി. വേറൊന്നുമല്ല, എനിക്ക് ശ്രീകുട്ടി ചേച്ചിയെ വിളിച്ചുകൊണ്ട് വരണം. ശ്രീകുട്ടി ചേച്ചി ഇവിടുന്ന് പിണങ്ങി പോയില്ലേ, അതിന് കാരണം ഞാനാണെന്നാണ് ഇവിടെ മുത്തശ്ശിയും മറ്റുള്ളവരും എല്ലാം പറയുന്നത്. അങ്ങനെ ഞാൻ കാരണമാണ് അങ്ങനെ സംഭവിച്ചതെങ്കിൽ അതിന് എന്ത് കാരണത്താലാണ് ഇവിടുന്ന് ശ്രീകുട്ടി ചേച്ചി പോയത് എന്ന് എനിക്കറിയണം. ശ്രീകുട്ടി ചേച്ചിയെ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് എനിക്ക് ചേച്ചിയോട് ചോദിക്കണം. അങ്ങനെ എന്തെങ്കിലും തെറ്റ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായെങ്കിൽ അതെനിക്ക് തിരുത്തുകയും ചെയ്യണം. അതിന് എനിക്ക് ചേച്ചിയോട് മാപ്പും പറയണമെന്ന് ലച്ചു പറയുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും അവിടേക്ക് എത്തി. ലച്ചു ആകെ വിഷമിച്ച് പറയുന്നത് കേട്ട് രാജു പറഞ്ഞു, ഞാൻ ലച്ചുവിൻ്റെ കൂടെ ചന്ദ്രകാന്തത്തിലേക്ക് വന്നാൽ ഇവിടെയുള്ളവരെല്ലാം എന്നെ വഴക്കു പറയും, അതാണ് സത്യം എന്ന് രാജു അറിയിച്ചു. അപ്പോഴേക്കും ലച്ചു പറഞ്ഞു, ഇല്ല രാജു ഏട്ടാ, ആരും വഴക്ക് പറയില്ല. എനിക്ക് എന്തായാലും ശ്രീകുട്ടി ചേച്ചിയെ കാണണം, ചേച്ചിയോട് സംസാരിക്കണം, ഇല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല എന്ന് ലച്ചു സങ്കടം പടുന്നു. അപ്പോഴേക്കും അവിടേക്ക് മുത്തശ്ശിയും മുത്തശ്ശനും വെച്ചി, അല്ല നീ അഭിനയിക്കുന്നതാണോ അതോ നിന്റെ ശരിക്കും ഓർമ്മ പോയതാണോ എന്ന് ലച്ചുവിനോട് മുത്തശ്ശി ചോദിച്ചു. ഉടനെ ലച്ചു പറഞ്ഞു, മുത്തശ്ശി ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ, എന്തിനാ എന്നോട് ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നത്? ചേച്ചിയും എന്നോട് ഇങ്ങനെ പെരുമാറിയത് എന്താ എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് ലച്ചു പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, നീ ഒരു തെറ്റും ചെയ്തില്ലേ, നീ കാരണമല്ലേ ആ സ്വാതിയുടെയും സജുവിന്റെയും ജീവിതം ഈ അവസ്ഥയിലായത് എന്ന് ലച്ചുവിനെ കുറ്റപ്പെടുത്തി. അപ്പോഴേക്കും ലച്ചു പറഞ്ഞു, കണ്ടോ ഇപ്പോഴും മുത്തശ്ശി അങ്ങനെ തന്നെയാ പറയുന്നത്, ഞാൻ എന്ത് ചെയ്തെന്നാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് സങ്കടപ്പെട്ടുകൊണ്ട് ലച്ചു അങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ മുത്തശ്ശൻ പറഞ്ഞു, അതിന് നീ എന്തിനാ അവളെ കുറ്റപ്പെടുത്തുന്നത്, ഇതൊന്നും അവളുടെ തെറ്റല്ലല്ലോ എന്ന് പറഞ്ഞതും മുത്തശ്ശി പറഞ്ഞു, പിന്നെ ഇവള് കാരണമല്ലേ ഈ കുടുംബത്തിൽ എത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞതും മുത്തശ്ശൻ പറഞ്ഞു, അതെ നീ കൂടുതലൊന്നും ഇനി പറയണ്ട, അവളെ ഇനി ഇതുപോലെ വേദനിപ്പിക്കുകയും ചെയ്യണ്ട എന്ന് ലച്ചുവിനെ ഇനിയും പറഞ്ഞ് ലച്ചുവിനെ മനസ്സ് വേദനിപ്പിക്കരുതെന്ന് മുത്തശ്ശിയെ താക്കീത് ചെയ്യുന്നു മുത്തശ്ശൻ. അപ്പോഴേക്കും ലച്ചു പറഞ്ഞു, രാജുവേട്ടൻ എൻ്റെ കൂടെ വാ, എനിക്ക് ശ്രീകുട്ടി ചേച്ചിയെ കാണണം, ചേച്ചിയോട് സംസാരിക്കണം, എന്ത് തെറ്റാ ഞാൻ ചേച്ചിയോട് ചെയ്തതെന്ന് എനിക്ക് അറിയണം. ചേച്ചി ഇവിടെ നിന്ന് പോയതിനു ശേഷം എനിക്കൊരു സമാധാനവുമില്ല, അതുകൊണ്ട് ചേച്ചിയെ തിരികെ എത്രയും വേഗം ഇവിടേക്ക് കൊണ്ടുവന്നാലേ എൻ്റെ മനസ്സ് സ്വസ്ഥമാകൂ എന്ന് ലച്ചു അറിയിച്ചു. അപ്പോഴേക്കും ഉടനെ മുത്തശ്ശി ചോദിച്ചു, അപ്പോൾ നിന്റെ മനസ്സിന് സമാധാനക്കേടുണ്ടായി തുടങ്ങി അല്ലേ? എന്നാലേ നീ ഇനിയും ഇതിനേക്കാളേറെ സമാധാനക്കേട് അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് മുത്തശ്ശി ലച്ചുവിനോട് പറഞ്ഞു. എല്ലാം കേട്ടു നിന്ന മുത്തച്ഛൻ പറഞ്ഞു, മതി വസുമതി, ഇനി കൂടുതലൊന്നും താൻ പറയണ്ട, മതി നിർത്ത് അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതെന്ന് പറഞ്ഞതും ശരി ഞാൻ നിർത്തുക. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ഇതിൽ കൂടുതൽ പ്രശ്നങ്ങളായി സംഭവിക്കാൻ പോകുന്നത്, അതിനെല്ലാം ഉത്തരം നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്തിക്കൂ, അത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞ് അവിടുന്ന് മുത്തശ്ശി പോകുമ്പോൾ ലച്ചു ആകെ വിഷമത്തിലായി. മുത്തശ്ശി ദേവി എന്നോട് കാര്യങ്ങൾ പറ, ഞാൻ എന്ത് തെറ്റാ ചെയ്തെന്ന് എന്നോടൊന്ന് പറ, എനിക്കറിയില്ലാത്തതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞ് ലച്ചു സങ്കടപ്പെട്ടു. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, കണ്ടില്ലേ അവളുടെ ആ പാവ മനസ്സ്, ഇനിയെങ്കിലും നിങ്ങൾ കാണാൻ നോക്ക് എന്ന് മുത്തശ്ശൻ അറിയിച്ചതും ലച്ചു മുത്തശ്ശൻ അരികിലേക്ക് എത്തി പറഞ്ഞു, മുത്തശ്ശ ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് പോവാ, ചന്ദ്രകാന്തത്തിലേക്ക് എനിക്ക് പോകണം, എനിക്ക് ചേച്ചിയെ കാണണം, മുത്തശ്ശൻ എന്നെ തടയല്, രാജുവേട്ടനെ എൻ്റെ കൂടെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞതും മറുപടി ഒന്നും പറയാതെ മുത്തശ്ശൻ അങ്ങനെ നിന്നു. ലച്ചു കൈകൂപ്പിക്കൊണ്ട് മുത്തശ്ശനോട് കേൺ അപേക്ഷിക്കുന്നത് പോലെ പറഞ്ഞു. അപ്പോഴേക്കും മറുപടി ഒന്നും പറയാതെ മുത്തശ്ശൻ നിൽക്കുന്നത് കണ്ട് ഉടനെ ലച്ചു നേരെ രാജുവിനെ നോക്കിയിട്ട് പറഞ്ഞു, രാജുവേട്ടാ വേഗം വാ, മുത്തശ്ശന് എതിർപ്പൊന്നുമില്ല, വിരോധമൊന്നുമില്ല, വേഗം രാജുവേട്ടൻ്റെ കൂടെ വന്നാൽ മതി, ബാക്കി ഞാൻ പോയി സംസാരിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശൻ രാജുവിനെ നോക്കിയിട്ട് പറഞ്ഞു, അതെ മോള് തനിച്ചു പോയാൽ ശരിയാവില്ല, മോള് തനിച്ചല്ല അവിടേക്ക് ചെന്ന് അവളെ വിളിക്കേണ്ടത് എന്ന് പറഞ്ഞു. ഉടനെ ലച്ചു പറഞ്ഞു, പിന്നെ ആരാ മുത്തശ്ശ?
എന്തായാലും നിങ്ങൾ ആരെങ്കിലും എന്നോട് വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ലച്ചു നിർബന്ധപൂർവ്വം പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. ലച്ചു പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ മുത്തശ്ശൻ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ നിരാശയോടെ വേദനയോടെ പലതും ആലോചിച്ചങ്ങനെ ഇരുന്നു. അപ്പോഴാണ് ചന്ദ്രകാന്തത്തിൽ സ്വാതിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പ്രഭയും കാഞ്ചനയും സ്വാതിക്കരികിൽ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടേക്ക് ചെന്ന ശ്രീദേവി വളരെ സ്നേഹത്തോടെ മോളെ ശ്രീകുട്ടി എന്ന് വിളിച്ചു. അമ്മയുടെ ശബ്ദം കേട്ടതും ഞെട്ടിത്തെറിച്ച് സ്വാതി നേരെ ശ്രീദേവിയെ നോക്കുമ്പോൾ കാഞ്ചന കലിയോടെ ശ്രീദേവിയെ നോക്കുന്നു.